ഓവർ കോൺഫിഡൻസ് കാരണം പുറത്തു പോകേണ്ടി വന്ന ഒരാളാണ് ബിഗ് ബോസ് സീസൺ 6 മുൻ മത്സരാർത്ഥി ഗബ്രി. ഒരാവേശത്തിന് പുറത്തെടുത്ത തീരുമാനം ഗബ്രിക്ക് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതേ ഓവർ കോൺഫിഡൻസ് കാരണം കുടുങ്ങാൻ പോകുന്ന ഒരാളുണ്ട് ബിഗ് ബോസ് വീട്ടിലെ, മറ്റാരുമല്ല അൻസിബ. ഗബ്രിക്കുണ്ടായിരുന്ന അതേ ഓവർ കോൺഫിഡൻസ് ആണ് നിലവിൽ അൻസിബയ്ക്കുള്ളത്. അതായത് 10th വീക്ക് നോമിനേഷൻ വന്നപ്പോൾ രണ്ടുപേരെ വീതം കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പരസ്പരം ചർച്ച ചെയ്ത് നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ആരെയെന്ന് തീരുമാനിക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടിരുന്നത്. ബാക്കിയുള്ള 10 പേരും സംസാരിച്ച് നോമിനേഷനിൽ വരാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അൻസിബ യാതൊരു മടിയും കൂടാതെയാണ് നോമിനേഷനിലേക്ക് വരാമെന്ന ഡിസിഷൻ എടുക്കുന്നത്. നോറ ഓരോ പോയിന്റുകൾ പറഞ്ഞ് നോറയുടെ ഭാഗത്തെ ക്ലിയർ ആക്കുമ്പോഴും അൻസിബ തന്റെ സൈഡ് വിശദീകരിക്കാനോ ഒന്നും നിൽക്കാതെയാണ് ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തെ ഓവർ കോൺഫിഡൻസ് ആയി തന്നെയാണ് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ചകളിലെ കണ്ടിന്യൂസ് ആയി നോമിനേഷനിൽ വന്നിട്ട് പോലും പുഷ്പം പോലെ അൻസിബ സേവ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടി പുറത്തുള്ള പ്രേക്ഷക പിന്തുണ എന്തെന്ന് താരത്തിന് മനസ്സിലായിട്ടുണ്ട്. ശേഷം അങ്ങോട്ട് മറ്റൊരു അൻസിബയാണ് പ്രേക്ഷകർ ബിഗ് ബോസ് വീടിനുള്ളിൽ കണ്ടത്. പവർ റൂമിൽ കൂടി കയറിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഓവർ കോൺഫിഡന്റ് ആയി തീരുമാനങ്ങൾ എടുക്കുന്ന, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ പോയത്. മറ്റൊന്ന്, ഫാമിലി വീക്കിൽ, അതായത് കഴിഞ്ഞ ദിവസം അൻസിബയുടെ ഫാമിലി വന്നതിന് ശേഷം ഉമ്മയോട് പറയുന്നുണ്ട് ഇമോഷണലി പറ്റുന്നില്ല, ഗെയിം മനസ്സിലാകുന്നില്ല, ഹാപ്പിയായി ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഓവർ കോൺഫിഡൻസിന്റെ മറ്റൊരു വശമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ പ്രേക്ഷക പിന്തുണ ലഭിക്കുമെന്ന് കൃത്യമായി അൻസിബയ്ക്ക് അറിയാം. കഴിഞ്ഞ എലിമിനേഷനിലും പുറത്തു പോകണം എന്ന് പറഞ്ഞ് മത്സരാർത്ഥികളെ കൊണ്ട് വരെ നോമിനേറ്റ് ചെയ്യിപ്പിച്ചു. ശേഷം ഉണ്ടായതോ സേവായി. മാക്സിമം ഇമോഷണലി കാര്യങ്ങൾ പറഞ്ഞ് സിമ്പതി ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അൻസിബയ്ക്കുള്ളത്. അതിന്റെ ഭാഗമാണ് ഈ സംസാരം. ഇവയൊക്കെ കാരണമാണ് ഓവർ കോൺഫിഡൻസ് അൻസിബയ്ക്കുണ്ടെന്ന് പറയുന്നത്. ഈ സീസണിലെ ഫൈനലിൽ വരെ എത്തുമെന്ന് പറഞ്ഞിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. പവർ ടീം അംഗമായിരുന്ന ഗബ്രി അവിടെ നിന്ന് പുറത്തു വരാനുള്ള തീരുമാനം എടുത്തതാണ് നോമിനേഷനിലേക്ക് എത്തിച്ചതും അവസാനം പുറത്താവലിലേക്ക് നയിച്ചതും. പവർ ടീമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗബ്രി പറഞ്ഞിരുന്നു പ്രേക്ഷക പിന്തുണ എന്താണെന്ന് അറിയണം, പവർ റൂമിലായതോടെ അധികം നോമിനേഷനിൽ വരേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ. ഓവർ കോൺഫിഡൻസോടെയാണ് ഇതിങ്ങനെയൊക്കെ സംസാരിച്ചത്. അവസാനം 8ന്റെ പണി കിട്ടിയതുപോലെയാണ് വീട്ടിൽ നിന്നും ഗബ്രിക്ക് പുറത്താകേണ്ടി വന്നത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിനു ശേഷം ഗബ്രി തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. തന്റെ ഓവർ കോൺഫിഡൻസ് പ്രശ്നമായി ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ലെന്ന്. എന്താ പറയാ, അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത്. എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സംഭവത്തിന് പിന്നാലെ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരേപോലെ ഞെട്ടലായിരുന്നു. കാരണം ജാസ്മിൻ ഗബ്രി റിലേഷൻ ഒഴിച്ചു നിർത്തിയാൽ വളരെ ആക്റ്റീവായ മത്സരാർത്ഥി. ടാസ്കുകളിൽ ഗബ്രിയെ വെല്ലാൻ കെൽപ്പുള്ള ഒരാളും ആ വീട്ടിലുണ്ടായിരുന്നില്ല. കണ്ടന്റ് മേക്കിന്റെ കാര്യത്തിലും ഒരു പടി മുൻപിൽ. ഹൗസിലെ ശക്തനായ മത്സരാർത്ഥി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ പുറത്താകാനുള്ള സാധ്യത കുറവാണെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ഇതെല്ലാം മാറിമറിയുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്. ഇതേ അവസ്ഥ ഒരുപക്ഷെ അൻസിബയ്ക്കും വന്നു ചേരാൻ സാധ്യത കൂടുതലാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ആവേശത്തിനെടുത്ത തീരുമാനം താരത്തിന് തന്നെ പണിയാകുമോ അതോ യൂസ്ഫുൾ ആകുമോ എന്നൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടറിയാം.